അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിലെ താരീഖിലെ 1ാമത്തെ ചാപ്റ്റർ. പ്രിയപ്പെട്ട കൊച്ചുമകൻ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ ഒരു കുട്ടി. തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. ആരാണ് ഈ കുട്ടി എന്ന് അറിയാമോ? അത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനായ ഹസൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത്. അദ്ദേഹം ജനിച്ച അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. 7ാം ദിവസം അഖീഖത്ത് അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. നബിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. എന്നാൽ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇതൊഴിവാക്കുവാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. ഹിജ്റ 40-ലായിരുന്നു ഇത്. ഈ വർഷം ആമുൽ ജമാ അഥവാ ഐക്യവർഷം എന്ന് അറിയപ്പെടുന്നു. അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറി ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി. ഹിജ്റ 49-ൽ വിഷബാധയേറ്റ് അദ്ദേഹം വഫാത്തായി. ജന്നത്തുൽ ബഖീഅയിലാണ് അവരുടെ ഖബർ. ഇനി നമുക്ക് 1ാമത്തെ പാരഗ്രാഫിൽ ചോദിക്കാവുന്ന ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ ഇരുന്ന കുട്ടി ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തലോടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. അല്ലാഹുവേ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. അടുത്തത്, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും. എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഹിജ്റ 3-ാം വർഷം റമളാനിൽ മദീനയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ചപ്പോൾ എന്തെല്ലാം ചെയ്തു? അദ്ദേഹം ജനിച്ച അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. 7ാം ദിവസം അഖീഖത്ത് അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. നബിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. 2ാമത്തെ പാരഗ്രാഫിൽ ഹസൻ റളിയല്ലാഹുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത് ആര്? കൂഫയിലെ ജനങ്ങൾ. എപ്പോൾ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങളാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത്. യോജിപ്പുണ്ടായിരുന്നില്ല ആർക്ക്? ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന്. ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം ഏത്? ഹിജ്റ 40. എന്താണ് ആമുൽ ജമാ? ഖലീഫയായി ബൈഅത്ത് ചെയ്തത് ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് യോജിപ്പുണ്ടായിരുന്നില്ല. ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. ഹിജ്റ 40-ലായിരുന്നു. ഈ വർഷം ആമുൽ ജമാ അഥവാ ഐക്യവർഷം എന്ന് അറിയപ്പെടുന്നു. അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൈമാറി ഹസൻ റളിയല്ലാഹു അൻഹു എവിടേക്ക് മടങ്ങി? മദീനയിലേക്ക് മടങ്ങി. എന്നാണ് വഫാത്തായത്? ഹിജ്റ 49-ൽ വിഷബാധയേറ്റാണ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്.
ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖീഇലാണ് അവരുടെ ഖബർ. ഇൻഷാ അല്ലാഹ് ഓരോ പാഠങ്ങളും അവയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും റിവിഷൻ ചെയ്യുന്നതാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല വിജയം കൈവരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.